വോട്ടേഴ്സിനെ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി ടീം ലീഡറുടെ മൊബൈലിൽ താഴെ കാണുന്ന ആരോ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അസൈൻ വോട്ടേഴ്സ് എന്ന മെനു ഓപ്പൺ ചെയ്യുക. ശേഷം ഏത് വാർഡിലാണോ നിങ്ങൾ അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാർഡ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ടു അസൈൻ എന്ന ബട്ടൺ ഉപയോഗിക്കുക. ശേഷം അവിടെയുള്ള പോളിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക. ഷോ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വോട്ടേഴ്സിനെ കാണാൻ കഴിയുന്നതാണ്. ശേഷം 3 രീതിയിൽ നമുക്ക് ഓരോ വോട്ടേഴ്സിനെയും നമ്മുടെ കീഴിലുള്ള ടീം ലീഡറുടെ കീഴിലുള്ള മെമ്പേഴ്സിന് അസൈൻ ചെയ്ത് നൽകാം. ഒന്നാമത്തെ ഓപ്ഷൻ സിംഗിൾ അസൈൻ എന്നുള്ളതാണ്. ഇവിടെ ഓരോ വോട്ടേഴ്സിനെയും പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് മെമ്പേഴ്സിനെ അസൈൻ ചെയ്യാം. അതിനുവേണ്ടി വോട്ടേഴ്സ് കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരമൊരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും. അവിടെ അസൈൻ ടീം മെമ്പേഴ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് കറൻ്റ്ലി അസൈൻ ടു എന്ന ഭാഗത്ത് നോ മെമ്പേഴ്സ് അസൈൻഡ് യെറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിലവിൽ ഒരു മെമ്പറെ പോലും ആ ഒരു വോട്ടർക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് നൽകിയിട്ടില്ല. അതിന് തൊട്ട് താഴെ അവൈലബിൾ മെമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ഈ ഒരു വോട്ടർക്ക് അസൈൻ ചെയ്ത് നൽകാൻ കഴിയുന്ന മെമ്പറുടെ ഡീറ്റെയിൽ കാണാം. അവിടെ പ്ലസ് അസൈൻ എന്ന ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വോട്ടറെ ആ ഒരു മെമ്പർക്ക് അസൈൻ ചെയ്ത് നൽകാൻ കഴിയും. ഈ ഒരു ഭാഗത്ത് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ടറെയും പ്രത്യേകം അസൈൻ ചെയ്യാനാണ് സിംഗിൾ അസൈൻ എന്ന ബട്ടൺ ഉപയോഗിക്കുന്നത്. അവിടെ റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും അസൈൻ ആഡ് ഓർ റിമൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്ത ആ ഒരു മെമ്പർ റിമൂവ് എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഓരോ മെമ്പറെയും അസൈൻ ചെയ്യുന്നതിന് പകരം സീരിയൽ നമ്പറിൽ നൽകിയിരിക്കുന്ന പ്രകാരം ഒരു പ്രത്യേക സീരിയൽ നമ്പർ മുതൽ മറ്റൊരു പ്രത്യേക സീരിയൽ നമ്പർ വരെയുള്ള വോട്ടേഴ്സിന് മുഴുവനായിട്ട് അസൈൻ ചെയ്യാനാണ് എങ്കിൽ മുകളിൽ സീരിയൽ അസൈൻ എന്ന ബട്ടൺ ഉപയോഗിക്കുക. അവിടെ ഫ്രം സീരിയൽ ആൻഡ് ടു സീരിയൽ എന്നിങ്ങനെ 2 ഭാഗങ്ങൾ കാണാൻ കഴിയും. അവിടെ ഫ്രം എന്നുള്ളിടത്ത് ഏത് ക്രമ നമ്പർ മുതലാണോ നിങ്ങൾ അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ഏത് വരെയുള്ള ക്രമ നമ്പറാണ് നിങ്ങൾ അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻഡ് സീരിയൽ നമ്പർ എന്ന ഭാഗത്തും അസൈൻ നൽകുക. അന്നേരം നിങ്ങൾക്ക് ആ 2 ക്രമ നമ്പറുകൾക്കിടയിലുള്ള വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണാൻ കഴിയും. ടോട്ടൽ 10 വോട്ടേഴ്സാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ശേഷം അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് സെലക്ട് മെമ്പർ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഒരിക്കലും ഈ ഒരു കാർഡിൽ അസൈൻ വോട്ടേഴ്സ് ആഡ് ഓർ റിമൂവ് എന്ന ബട്ടൺ ഉപയോഗിക്കേണ്ടതില്ല. ഏറ്റവും താഴെയായിട്ട് സെലക്ട് മെമ്പർ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെമ്പറുടെ പേര് സെലക്ട് ചെയ്യുക. ശേഷം അസൈൻ എന്ന ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേക ക്രമ നമ്പർ പ്രകാരമുള്ള 10 വോട്ടേഴ്സാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ആ 10 വോട്ടേഴ്സിനെയും ആ ഒരു മെമ്പർക്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് നൽകാൻ കഴിയും. ഇനി അതിന് പകരം നിങ്ങളൊരു പ്രത്യേക ക്രമ നമ്പർ പ്രകാരമല്ല മുഴുവൻ വോട്ടേഴ്സിനെയും ഒരു മെമ്പർക്ക് അസൈൻ ചെയ്ത് നൽകണമെന്നുണ്ടെങ്കിൽ ഫുൾ അസൈൻ എന്ന ബട്ടൺ ഉപയോഗിക്കുക. ശേഷം അവിടെ നമുക്ക് വോട്ടേഴ്സിനെ സെലക്ട് ചെയ്യാനില്ല. കാര്യം നമ്മൾ മുഴുവൻ വോട്ടേഴ്സിനെയുമാണ് ഒരു മെമ്പർക്ക് അസൈൻ ചെയ്ത് നൽകുന്നത്. അതിനുവേണ്ടി ഫുൾ അസൈൻ എന്ന ബട്ടൺ ഓപ്പൺ ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത ശേഷം മെമ്പറെ സെലക്ട് ചെയ്യുക. ഏത് മെമ്പർക്കാണോ ഫുൾ ആക്സസ് നൽകേണ്ടത് അവരെ സെലക്ട് ചെയ്യുക. ശേഷം അസൈൻ ഓൾ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ വോട്ടേഴ്സിനെയും ആ ഒരു മെമ്പർക്ക് അസൈൻ ചെയ്ത് നൽകാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു മെമ്പർക്ക് നൽകിയ ഫുൾ ആക്സസോ അല്ലെങ്കിൽ സീരിയൽ നമ്പർ പ്രകാരമുള്ള ആക്സസോ അല്ലെങ്കിൽ സിംഗിൾ പ്രകാരമുള്ള ആക്സസോ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആദ്യം സീരിയൽ നമ്പർ പ്രകാരമുള്ള ആക്സസ് ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെയാണ് റിമൂവ് ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്യുക. ശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് റിമൂവ് അസൈൻ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആക്സസ് റിമൂവ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഫുൾ ആക്സസ് ആണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ഫുൾ ആക്സസിൽ പോയ ശേഷം മെമ്പറെ സെലക്ട് ചെയ്യുക. ശേഷം റിമൂവ് അസൈൻ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഒരു മെമ്പർക്ക് നൽകിയ മുഴുവൻ ആക്സസും വോട്ടേഴ്സിൻ്റെ ആക്സസ് റിമൂവ് ചെയ്യാവുന്നതാണ്.